ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ലോട്ടസ് ട്യൂബർ നടുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ പോട്ടുകളാണ്. അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ ഡാപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വളരെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുള്ളൂ, കാരണം പോട്ട് ചെറുതായതുകൊണ്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ കുറച്ചാണ്. പിന്നെ അധികം കട്ടകളില്ലാത്ത മണ്ണ് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്കൊന്ന് നനച്ചു കൊടുക്കണം ആദ്യം തന്നെ. അപ്പോൾ എല്ലാത്തിലും നമ്മളങ്ങനെ നനച്ചു കൊടുക്കുകയാണ്. ഒരു ചെളി പരുവാക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മളൊരു ചെറിയ ഒരു വിടവ് പോലെ ഉണ്ടാക്കുന്നത്, അതായത് ട്യൂബറിന് ഇരിക്കാൻ പാകത്തിന് മാത്രം ആണ് നമ്മൾ മണ്ണ് അകത്തി കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ട്യൂബർ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഗ്രോത്ത് ടിപ്പ് മാത്രം ഉയർന്ന് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മണ്ണിനടിയിലേക്ക് പോകാതിരിക്കണം. അതിനുശേഷം നമ്മൾ മണ്ണ് വെച്ചിങ്ങനെ നന്നായി പൊത്തിയൊക്കെ കൊടുക്കുക. എല്ലാ ട്യൂബറുകളും നമ്മൾ അങ്ങനെ തന്നെ നടണം. ഞാനിവിടെ യെല്ലോ പിയോണി, വൈറ്റ് പിയോണി, മിറാക്കിൾ, പിങ്ക് ക്ലൗഡ്, ലേഡി ബിംഗ്ലി, അങ്ങനെ കുറച്ച് ട്യൂബേഴ്സാണ്. കാരണം ഇപ്പോൾ ഡോർമെൻസി ഒക്കെ കഴിഞ്ഞ് നമുക്കിങ്ങനെ ഒന്ന് നട്ട് തുടങ്ങേണ്ട ഒരു ടൈമാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ട്യൂബറുകൾ നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ നടുന്നത്. ഞാൻ കൂടുതലും എനിക്ക് സ്ഥല സൗകര്യം വളരെ കുറവാണ്, അപ്പോൾ ഞാൻ ഓപ്പൺ ടെറസിലാണ് വെക്കാറ്. ഇപ്പോൾ നമ്മൾ ഇവിടെ താഴെ ഒന്ന് വെച്ച് നോക്കുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ട്യൂബറുകളൊന്നും നശിച്ച് പോകാണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫുള്ള് നമ്മൾ പോട്ട് ട്യൂബർ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലെന്തെങ്കിലും കരടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാം. നമ്മൾ പുറത്തൊക്കെ വെക്കുന്ന സമയത്ത് കൊതുക് മുട്ടയിടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ വേണമെങ്കിൽ മീനെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ കാക്കയുടെ ശല്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ട്യൂബറൊക്കെ പിറ്റത്തെ ദിവസം പുറത്ത് കിടക്കും. അപ്പോൾ നമ്മൾ ഫുള്ള് വെള്ളം പോട്ടിൽ നിറച്ചതിന് ശേഷം നന്നായി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കുക. അപ്പോൾ അത് നന്നായി പിടിച്ച് കിട്ടിക്കോളൂ. ആദ്യത്തെ ഒരു 2 ദിവസം നമുക്കൊന്ന് തണുത്ത് വെക്കാം. അതിനുശേഷം നല്ല വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം. സോ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഒരു ലോട്ടസ് ട്യൂബർ നടാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ. താങ്ക് യു.